കാസർഗോഡ് സബ് ജയിലിലെ റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേളി കുന്നുപാറയിലെ മുബഷീറാണ് മരിച്ചത്. മരണത്തിൽ സംശയം ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ ഇവൻ്റെ ഉമ്മ, ഈ മരിച്ച വ്യക്തിയുടെ ഉമ്മ ജയിലിൽ പോയിരുന്നു കാണാൻ പോയിട്ടാകുമ്പോൾ അവൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എനിക്ക് ഇവിടുന്ന് ഇതിനകത്തുനിന്ന് ജയിലിൽ നിന്ന് പോലീസുകാർ എനിക്ക് എൻ്റെ ഗുളിക തരുന്നുണ്ട്, രണ്ടാമത് എന്നെ ഇവിടെ ഭയങ്കര ദേവപ്രദം ചെയ്യുന്നുണ്ട്, എന്നെ അടിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. അത് ആരെന്നുള്ള ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മ വിളിച്ച് പറയാ എന്തെന്ന്. അങ്ങനെ രാവിലെ 7:15 സ്റ്റേഷനിൽ നിന്ന് വിളിക്കുക. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളെ മകന് മരിച്ചിട്ടുണ്ട്, ജനറൽ ഹോസ്പിറ്റലുണ്ട് എന്നുള്ളത്. പക്ഷെ നിയമം എന്താണെന്ന് വെച്ചാൽ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയിക്കണം. അതറിയിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, മരിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ബോഡി കണ്ടോന്നാണ് പറയുന്നുള്ളത്. ഇപ്പോൾ ജയിലിൽ നിന്ന് തല്ലുന്നത് ഇപ്പോൾ പോലീസുകാരാണോ സഹതടവുകാരാണോ ആരാണെന്ന് നമുക്കറിയില്ല. അതാരാണെന്നുള്ളത് നമുക്ക് അറിയണം. ഷഫീഖ് നസറുദ്ദോളിന് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാൻ. ഷഫീഖ്, ഈ മുബഷീർ മരിച്ചതിലാണല്ലോ ഈ സംശയം പറയുന്നത്. ഈ മുബഷീറിനെ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനായിരുന്നു? മുബഷീർ, ദേളി കുന്നുപാറയിലെ മുബഷീർ കഴിഞ്ഞ കുറെ വർഷമായി ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയതായിരുന്നു മുബഷീർ. നാട്ടിലെത്തിയതിനു ശേഷമാണ് പോക്സോ കേസുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അങ്ങനെ റിമാൻഡിലായിരുന്നു മുബഷീർ. റിമാൻഡിലിരിക്കെ കാസർഗോഡ് സബ് ജയിലിൽ മുബഷീറിന്റെ ഉമ്മയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളും സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിച്ച സമയത്ത് മുബഷീർ ഇത്തരത്തിൽ ദേഹോപദ്രവം ഏൽക്കുന്നതായും ഇവിടുന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ സ്ഥിരമായി ഗുളിക കുടിക്കേണ്ടുന്ന ഒരു അസുഖവും മുബഷീറിനില്ല. എന്നാൽ നിർബന്ധിച്ച് ജയിലിനകത്ത് ചില ഗുളികകൾ നൽകിയിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ഈ ജയിലിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മുബഷീറിനെ എത്തിച്ചതായാണ് വിവരം. എന്നാൽ 7:30 മണിയോടുകൂടിയാണ് വീട്ടുകാരെ മരിച്ചു എന്ന വിവരം പോലീസ് അറിയിക്കുന്നത്. അങ്ങനെ കാസർഗോഡ് സബ് ജയിലിലാണ് റിമാൻഡ് പ്രതി മുബഷീർ മരിച്ചത്. എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തതയില്ല. കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വിവരങ്ങളാണ് ഷഫീഖ് നസറുദ്ദോൾ നൽകിയത്.